ഷംസാദ് മരക്കാർ കോൺഗ്രസ് നേതാവ് ഇപ്പോൾ ടെലിഫോൺ ലൈനുണ്ട്. ഷംസാദ്, ഇത് മനുഷ്യനിർമ്മിതമായ അപകടമാണ് എന്നാണ് മന്ത്രി ടി സിദ്ദീഖ് പറഞ്ഞത്. അങ്ങനെ തന്നെയല്ലേ? തീർച്ചയായും അവിടെ മണ്ണ് നീക്കം ചെയ്യാതെ വലിയ തോതിൽ അവിടെ മണ്ണ് ഡംപ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വയനാടിന്റെ സാഹചര്യത്തിൽ ഒരു മഴ ആരംഭിക്കുന്ന സാഹചര്യത്തിൽ തന്നെ നിർദ്ദേശം നൽകിയെന്നാണ് ബഹുമാനപ്പെട്ട മിനിസ്റ്ററും കൂടി പറയുന്നത്. അത് അവിടുന്ന് നീക്കം ചെയ്തിരുന്നുവെങ്കിൽ ഈ ഒരു അപകടം ഇന്നത്തെ സാഹചര്യത്തിൽ ഉണ്ടാവില്ല. ഒന്ന്, മണ്ണ് അവിടെ നീക്കം ചെയ്യാതെ കിടക്കുമ്പോൾ മണ്ണ് മലയുടെ മുകളിൽ നിന്നും സാധാരണഗതിയിൽ മഴ പെയ്ത് ഒഴുകി വരുന്ന വെള്ളം അത് ഒഴുകി പോകാതെ അവിടെ ശേഖരിക്കപ്പെടുന്ന ഒരു സാഹചര്യം, പിന്നീട് അതിന്റെ പ്രഷറിൽ ഉണ്ടാകുന്ന ഒരു വലിയ തള്ളിച്ചയുമാണ് ഇപ്പോൾ ഉണ്ടായത്. ആ മണ്ണ് അവിടെ നീക്കം ചെയ്യാതെ ഇരിക്കുക എന്നുള്ളത് ഒന്ന്. രണ്ട്, അതിതീവ്രമായ മഴ. ഇന്നലെ ഉച്ച മുതൽ അതിതീവ്രമായ മഴയാണ് വയനാട്ടിൽ പെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്തരം മഴ പെയ്യുന്ന സാഹചര്യങ്ങളിൽ ഇത്തരം പ്രവൃത്തികൾ സ്വാഭാവികമായി നിർത്തിവെക്കും. ഇപ്പൊ മഴയുടെ ഉണ്ടെങ്കിൽ റെഡ് അലർട്ട് പ്രഖ്യാപിക്കുന്നത് പോലെയല്ല, അല്ലാതെ വയനാടിന്റെ സാഹചര്യത്തിൽ ചില നിർദ്ദേശങ്ങൾ നൽകാറുണ്ട്. കാരണം ടൂറിസം കേന്ദ്രങ്ങൾ താൽക്കാലികമായി അടച്ചുവെക്കും. ഇപ്പൊ ഇതിന് തൊട്ടപ്പുറത്തുള്ള 900 കണ്ടിയിലേക്കുള്ള ട്രക്കിംഗ് നമ്മൾ നിരോധിക്കും. കുറുവ ദ്വീപിലേക്കുള്ളത്, അത് ഓരോ സ്ഥലത്തിന്റെ പ്രത്യേകത അനുസരിച്ച് ചില നിർദ്ദേശങ്ങൾ മണ്ണെടുക്കുന്നത് അടക്കം നിർത്തിവെക്കും. അപ്പൊ അങ്ങനെ നിർദ്ദേശം നൽകിയിട്ടുണ്ടോ എന്നുള്ളത് ജില്ലാ ഭരണകൂടമാണ് പറയേണ്ടത്. ഇതിനോടൊപ്പം തന്നെ ഈ ഒരു പ്രദേശത്തിന്റെ ഒരു ആളുകൾ ഏറ്റവും കൂടുതൽ അവിടെ നിന്ന് ഇപ്പൊ തുരങ്കപാതയുടെ നിർമ്മാണവും മറ്റു കാണാനൊക്കെ ആളുകൾ വരുന്നു നിൽക്കുന്നു. ടൂറിസ്റ്റുകളായ ആളുകൾ വന്ന് നിൽക്കുന്നു. ഈ മഴയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നു. ഈ അപകടം തന്നെ മണ്ണ് മുന്നോട്ട് വരുന്നു. അതിനൊപ്പം ഈ തൊഴിലാളികൾ, തൊഴിലെടുത്ത ആളുകൾ മാത്രമല്ല, അവർ കണ്ടെയ്നർ ഓഫീസുകളുണ്ട്. ഓഫീസിൽ ഇരുന്നതിന് മേൽനോട്ടം വഹിച്ച ആളുകളുണ്ട്. അവർ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. ഇനി തൊട്ടപ്പുറത്ത് വേറെ ആരെങ്കിലും, അതായത് ടൂറിസ്റ്റുകളായി വന്ന് തുരങ്കപാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കാണുന്നതിന് വേണ്ടി അവിടെ വന്നിട്ടുണ്ടോ എന്നുള്ളത് കൂടി ഈ മണ്ണ് മാറ്റി പരിശോധിക്കുമ്പോഴേ നമുക്ക് അറിയാൻ കഴിയുകയുള്ളൂ.